ഈ വീഡിയോയിൽ മത്തൻ നടുന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ കായ ഉണങ്ങിപ്പോകാതെ വലിയ മത്തനായിട്ട് എങ്ങനെ കിട്ടാമെന്നൊക്കെ കുറിച്ചിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഈ മത്തൻ നടുമ്പോൾ തന്നെ നല്ല കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലൊക്കെ തന്നെ നടണം. ഞാൻ നട്ടത് ഒരു പോട്ടിലാണെങ്കിലും പടർന്ന് വളർന്നിരിക്കുന്നത് ഒരു ഇൻ്റർലോക്കിൻ്റെ ഇടയിലാണ്. മത്തൻ നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാണകപ്പാൽ എന്ന് പറയുന്ന പച്ചച്ചാണകം കലക്കിയിട്ട് അതിലേക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവ ഇട്ട് 7 ദിവസം വെച്ചിട്ട് 7 ദിവസത്തിന് ശേഷം അത് നമുക്ക് ഈ ചെടിക്ക് ഉപയോഗിച്ച് തുടങ്ങാം. പച്ച ചാണകം ഇല്ലെങ്കിൽ നമുക്ക് പത്തലിൻ്റെ ഇലയോ മറ്റോ ഉപയോഗിക്കാം. ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ ചെടിയുടെ തുടക്കം കാലം തൊട്ട് തന്നെ കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടത് ചെടി വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ മുട്ടിന് കായും പൂവൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ താഴത്തുനിന്ന് വേരും വരാറുണ്ട്. അപ്പോൾ ആ വേരിൽ നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ മാത്രമേ മത്തൻ കായായിട്ട് വളർന്നു വരികയുള്ളൂ. മത്തൻ വളർന്ന് ഒരു 1.5 മാസം, ഒരു 2 മാസത്തിനുള്ളിൽ മാത്രമേ കാ പിടിച്ചു തുടങ്ങിയുള്ളൂ. അതിന് മുമ്പ് ഉണ്ടാകുന്ന കായ്ക്ക് കൊഴിഞ്ഞു പോകും. അപ്പോൾ ചെടിയുടെ വള്ളിക്ക് നല്ല ബലം വന്നതിന് ശേഷം മാത്രമേ മത്തൻ കായ് വലുതായി വരികയുള്ളൂ. കായൊക്കെ പിടിച്ചു കഴിയുമ്പോൾ മത്തനിൽ കൂടുതൽ വളങ്ങൾ ചെയ്ത് കൊടുക്കണം. കോഴിവളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മത്തൻ്റെ പൂവുണ്ടായി കായുണ്ടായൊക്കെ കഴിയുമ്പോൾ പെൺപൂവ് നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കണം. പൂവിൻ്റെ താഴെ കായോട് കൂടിയതാണ് പെൺപൂവ്. അപ്പോൾ നമ്മൾ മറ്റേ കായില്ലാത്ത പൂവ് പറിച്ചിട്ട് ഇതിൽ പോളിനേഷൻ നടത്തിയിട്ട് അതൊരു കവറിട്ട് വെക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടായില്ല. ചെടിയെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീടമെന്ന് പറയുന്നത് മത്തൻ വണ്ടാണ്. അതിന് വേപ്പെണ്ണ മിശ്രിതം 2, 3, 4 ദിവസം കൂടുമ്പോഴും തളിച്ചു കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ് മുട്ടിന് ഇങ്ങനെ വളം വെച്ച് കെട്ടിക്കൊടുക്കുന്നത്. അപ്പം നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും മുട്ടിന് വളം ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ചെറിയ പോട്ടിൽ മണ്ണും വളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വേരിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ വേര് അതിലേക്ക് വന്നിട്ട് വളങ്ങളൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ചാണകപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മത്തൻ നന്നായിട്ട് വളർന്നു വരുന്നത്. അല്ലെങ്കിൽ വളം കിട്ടാതെ കായ ഉണങ്ങിപ്പോവും. ഒഴിച്ചിൽ തടയാനായിട്ട് ഉപയോഗിച്ച മറ്റൊരു വളമാണ് ഫിഷ് അമിനോ ആസിഡ്. ഇത് നമുക്ക് മത്തി, ശർക്കര ഇത് ചേർത്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മത്തനിൽ കവറിട്ട് വെക്കണം. എന്നിട്ട് കായൊക്കെ വലുതായി കഴിയുമ്പോഴേക്കും മത്തന് കായുണ്ടായ തണ്ട് ചെറുതായിട്ട് ഉണങ്ങിയ പോലെ കാണുമ്പോഴാണ് മത്തൻ പാകമായി ഇനി പറിക്കാമെന്ന് മനസ്സിലാക്കേണ്ടത്. നൈട്രജൻ അടങ്ങിയ വളമാണ് മത്തന് കൂടുതലായിട്ട് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചാണകം ഉപയോഗിക്കാം, കോഴിവളം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന പച്ചിലകളൊക്കെ ഒരു ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കും വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. മത്തനിൽ പ്രധാനമായിട്ട് ഒരു 3-4 തണ്ടല്ലാതെ അതിൻ്റെ ഇടയ്ക്കുന്ന് കായുണ്ടായ തണ്ടിൽ നിന്ന് തന്നെ വേറെയും ശിഖരങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തോരനായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പൂവും നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കായുണ്ടായ പൂവ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം. മത്തൻ പാകമാകാനായിട്ട് ഏകദേശം ഒരു മാസം 1.5 മാസത്തോളം കായ തന്നെ പാകമാകാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ പാകമായ ഒരു കായാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മത്തൻ കൃഷി ചെയ്ത് തുടക്കം തൊട്ടുള്ള കായുണ്ടായ വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്ത രീതിയും ചെയ്ത വളങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഈ കായുണ്ടായത് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ പല തക്കാളിയാണെങ്കിലും പാവലാണെങ്കിലും ഒക്കെ കൃഷി ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ട് അതും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.